Data link control, line discipline. Data link control. Data link control is the service provided by the data link layer to provide reliable data transfer over the physical medium. ഒരു ഫിസിക്കൽ മീഡിയത്തിൽ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഡാറ്റ ലിങ്ക് ലെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് ഡാറ്റ കൺട്രോൾ. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ഹാഫ് ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ മോഡ്, one device can only transmit the data at a time. ഫോർ എക്സാമ്പിൾ, ഒരു ഹാഫ് ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ മോഡിൽ ഒരു ഡിവൈസിനെ ഒരു ടൈമിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. If both the devices at the end of the link transmit the data simultaneously, they will collide and leads to the loss of information. ഇപ്പം ലിങ്കിൻ്റെ രണ്ട് എൻഡിലുള്ള ഡിവൈസസ് ഒരേ ടൈം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്താൽ അത് കൊളൈഡ് ചെയ്യാനും ഇൻഫർമേഷൻ ലോസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ദ ഡാറ്റ ലിങ്ക് ലെയർ പ്രൊവൈഡ്സ് ദ കോർഡിനേഷൻ എമംഗ് ദ ഡിവൈസസ് സോ ദാറ്റ് നോ കൊളീഷൻ അക്കേഴ്സ്. ഈ ഡാറ്റ ലിങ്ക് കൺട്രോൾ യൂസ് ചെയ്താൽ ഡിവൈസസ് തമ്മിൽ കൊളീഷൻ ഉണ്ടാവില്ല. വിത്തൗട്ട് കൊളീഷൻ, വിത്തൗട്ട് ദ ലോസ് ഓഫ് ഇൻഫർമേഷൻ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. The data link layer provides three functions: line discipline, flow control, and the third one is error control. Discipline. Line discipline is a functionality of a data link layer that provides the coordination among the link systems. It determines which data can send and when it can send the data. Line discipline എന്ന് പറഞ്ഞാൽ ഡാറ്റ ലിങ്ക് കൺട്രോളിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അത് ലിങ്ക് സിസ്റ്റം തമ്മിലുള്ള കോർഡിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. and it determines which data can send and when it can send the data. ഏത് ഡിവൈസാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, എപ്പോഴാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, അത് ഡിറ്റർമിൻ ചെയ്യുക ലൈൻ ഡിസിപ്ലിനാണ്. ലൈൻ ഡിസിപ്ലിൻ ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ടു വേസ്: ENQAC and Paul Select. ENQAC stands for Enquiry Acknowledgement, and it is used when there is no wrong signal available on the link and having a dedicated path between the two devices so that the device capable of receiving the transmission is the intended one. അതായത് ഡാറ്റ എപ്പോഴും ഒരു കറക്റ്റായിട്ടുള്ള റിസീവറിൽ വേണം എത്താൻ. റോങ് ആയിട്ടുള്ള റിസീവറിൽ ഡാറ്റ എത്താൻ പാടില്ല. അപ്പം റിസീവർ കറക്റ്റായിട്ടുള്ള റിസീവറാണോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള റിസീവറാണോ ചെക്ക് ചെയ്തിട്ട് വേണം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. ഇതിന് വേണ്ടിയിട്ടാണ് ENQAC യൂസ് ചെയ്യുന്നത്. Then ENQAC coordinates which devices will start the transmission and whether the recipient is ready or not. അതായത് റിസീവർ ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആണോ അല്ലെങ്കിൽ റെഡി അല്ലേ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഡാറ്റ സെൻഡ് ചെയ്യാൻ. അതും ENQAC യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. Then working of ENQAC. The transmitter transmits a frame called an enquiry, asking whether the receiver is available to receive the data or not. ട്രാൻസ്മിറ്റർ ഒരു ENQ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ചാൽ റിസീവർ ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡിയാണോ റെഡി അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ENQ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. The receiver responds either with a positive acknowledgement or with a negative acknowledgement, where positive acknowledgement means that the receiver is ready to receive the transmission and the negative acknowledgement means that the receiver is unable to accept the transmission. അതായത് ഈ ENQ ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ റിസീവർ രണ്ട് രീതിയിലാണ് റെസ്പോൺസ് ചെയ്യുക. ഒന്ന് പോസിറ്റീവ് അക്നോളജ്മെൻറ്റ്, അതായത് SEK. രണ്ടാമത്തത് നെഗറ്റീവ് അക്നോളജ്മെൻറ്റ്, അതായത് NACK. ഈ പോസിറ്റീവ് അക്നോളജ്മെൻ്റ് ആണെങ്കിൽ ഡാറ്റ റിസീവ് ചെയ്യാൻ റിസീവർ റെഡിയാണ്. നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആണെങ്കിൽ ഡാറ്റ റിസീവ് ചെയ്യാൻ റിസീവർ റെഡിയല്ല. റെസ്പോൺസ് ടു ദ റിസീവർ. If the response to the ENQ is positive, the sender will transmit its data, and once all of its data has been transmitted, the device finishes its transmission with an EOT frame. EOT കിട്ടുന്ന റെസ്പോൺസ് പോസിറ്റീവാണ്. അതായത് ഡാറ്റ റിസീവ് ചെയ്യാൻ റിസീവർ റെഡി ആണെങ്കിൽ സെൻഡർ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. എല്ലാ ഡാറ്റയും ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആവും.
ഈ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആവുന്നത് EOT എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിം യൂസേജ് ആണ്. EOT മീൻസ് എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ. If the response to the ENQ is negative, then the sender disconnect and restart its transmission at another time. അതായത് ENQന് കിട്ടുന്ന റെസ്പോൺസ് നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ഡാറ്റ റിസീവ് ചെയ്യാൻ റിസീവർ ഓക്കെ അല്ല, റെഡി അല്ലെങ്കിൽ സെൻഡർ ഡിസ്കണക്റ്റ് ചെയ്യും, എന്നിട്ട് വേറൊരു ടൈമിൽ റീസ്റ്റാർട്ട് ചെയ്യും. If the response is neither negative or nor positive, the sender assumes that the ENQ frame was lost during the transmission and makes 3 attempts to establish a link before giving up. ഇപ്പോൾ ENQന് കിട്ടുന്ന റെസ്പോൺസ് നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ലെങ്കിൽ സെൻഡർ അസ്യൂം ചെയ്യുക ഈ ENQ ഫ്രെയിം ട്രാൻസ്മിഷൻ ഇടയ്ക്ക് എവിടെയോ ലോസ്റ്റ് ആയിട്ടുണ്ടെന്നാണ്. അപ്പം അത് ഗിവ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് 3 അറ്റംപ്റ്റ് നടത്തി നോക്കും. 3 അറ്റംപ്റ്റ് നടത്തിയിട്ട് അത് ഗിവ് അപ്പ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഫസ്റ്റത്തെ സ്റ്റേഷൻ 1 ആൻഡ് ദെൻ സ്റ്റേഷൻ 2. ഈ സ്റ്റേഷൻ 1 ഒരു ENQ ഫ്രെയിം പോകും സ്റ്റേഷൻ 2ലേക്ക്. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന റെസ്പോൺസ് ACK, അതായത് പോസിറ്റീവാണ്. അപ്പോൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. എഗെയിൻ ACK പോസിറ്റീവ് റെസ്പോൺസ് ആയതുകൊണ്ട് പിന്നെയും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ ഡാറ്റ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ അവിടെ EOT ഫ്രെയിം യൂസ് ചെയ്ത് അത് ട്രാൻസ്മിഷൻ അവിടെ കംപ്ലീറ്റ് ആവും. Then poll and select. The poll select method of line discipline works with those topologies where one device is designated as a primary station and other devices are the secondary stations. ഈ പോൾ സെലക്ട് മെത്തേഡിൽ കുറച്ച് ഡിവൈസ് ഉണ്ടാവുമല്ലോ, അതിൽ ഒരു ഡിവൈസ് പ്രൈമറി സ്റ്റേഷനും ബാക്കി എല്ലാ ഡിവൈസും സെക്കൻഡറി സ്റ്റേഷൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. Then the working of pole select. In this, the primary device and multiple secondary devices consist a single transmission line, and all the exchanges are made through the primary device even though the destination is a secondary device. അതായത് അതിൽ ഒരു പ്രൈമറി ഡിവൈസ് ഉണ്ട്, ബാക്കിയുള്ളവർക്ക് ഒരു സെക്കൻഡറി ഡിവൈസും ഉണ്ട്. അതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ ലൈൻ യൂസ് ചെയ്തിട്ടാണ്. ഈ എക്സ്ചേഞ്ച് ഒക്കെ നടത്തുക പ്രൈമറി ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഡെസ്റ്റിനേഷൻ ഒരു സെക്കൻഡറി ഡിവൈസ് ആണെങ്കിൽ പോലും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക പ്രൈമറി ഡിവൈസാണ്. ദ പ്രൈമറി ഡിവൈസ് ഹാസ് control over the communication link and the secondary device follows the instruction of the primary device. ഈ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്കിൽ കൺട്രോൾ ഉള്ളത് പ്രൈമറി ഡിവൈസിനാണ്. ഈ പ്രൈമറി ഡിവൈസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക മാത്രമാണ് സെക്കൻഡറി ഡിവൈസ്. The primary device determines which device is allowed to use the communication channel. ഈ പ്രൈമറി ഡിവൈസാണ് ഏത് ഡിവൈസാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ യൂസ് ചെയ്യാന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. Therefore we can say it is an initiator of the session. അതുകൊണ്ട് ആ പ്രൈമറി ഡിവൈസിനെ ഇനീഷ്യേറ്റർ ഓഫ് ദ സെഷൻ എന്ന് വിളിക്കും. If the primary device wants to receive the data from the secondary device, it asks the secondary device that they anything to send. This process is known as polling. ഇപ്പോൾ പ്രൈമറി ഡിവൈസിന് ഒരു ഡാറ്റ റിസീവ് ചെയ്യണമെങ്കിൽ അത് സെക്കൻഡറി ഡിവൈസസിനോട് ചോദിക്കും സെൻഡ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അതാണ് ആ പ്രോസസ്സിനെയാണ് പോളിംഗ് എന്ന് പറയുന്നത്. If the primary devices want to send some data to the secondary device, then it's telling the target of secondary to get ready to receive the data. This process is known as selecting. ഇവിടെ പ്രൈമറി ഡിവൈസസിന് ഡാറ്റ സെൻഡ് ചെയ്യണം സെക്കൻഡറി ഡിവൈസസിലേക്ക്. അതിനെയാണ് സെലക്ടിംഗ് എന്ന് പറയുന്നത്. പ്രൈമറി ഡിവൈസിന് റിസീവ് ചെയ്യണം സെക്കൻഡറി ഡിവൈസിന്, അതിനെയാണ് പോളിംഗ് എന്ന് പറയുന്നത്. Then the select. The select mode is used when the primary devices has something to send. ഈ സെലക്ട് മെത്തേഡ് യൂസ് ചെയ്യുക പ്രൈമറി ഡിവൈസിന് എന്തെങ്കിലും സെൻഡ് ചെയ്യാനുണ്ടാകുമ്പോഴാണ്. When the primary device wants to send some data, then it alerts the secondary devices for the
upcoming transmission by the transmitting a select frame. One field of the frame includes the address of the intended secondary device. അതായത് ഈ പ്രൈമറി ഡിവൈസിന് എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വേറെ സെക്കൻഡറി ഡിവൈസിന് അലേർട്ട് ചെയ്യും. ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് SCL യൂസ് ചെയ്ത്. അതിൽ ആ SCL ഫ്രെയിമിലെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡാറ്റ റിസീവ് ചെയ്യേണ്ട സെക്കൻഡറി ഡിവൈസിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. When the secondary device receives the SCL frame, it sends an acknowledgement that indicates the secondary ready status. സെക്കൻഡറി ഡിവൈസ് SCL ഫ്രെയിം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാറ്റ റിസീവ് ചെയ്യാൻ സെക്കൻഡറി ഡിവൈസ് റെഡി ആണോ അല്ലയോ എന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും. പ്രൈമറി ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യും ഒരു അക്നോളജ്മെൻറ്റ് റെഡി ആണോ അല്ലേന്ന് പറഞ്ഞുകൊണ്ട്. If the secondary device is ready to accept the data, then the primary device sends 2 or more data frames to the intended secondary device. Once the data has been transmitted, the secondary device sends an acknowledgement specifies that the data has been received. Secondary device റെഡി ആണെങ്കിൽ ഡാറ്റ അക്സെപ്റ്റ് ചെയ്യാൻ സെക്കൻഡറി ഡിവൈസ് റെഡി ആണെങ്കിൽ പ്രൈമറി ഡിവൈസ് 2 അതിൽ കൂടുതലോ ഡാറ്റ ഫ്രെയിംസ് സെക്കൻഡറി ഡിവൈസിന് സെൻഡ് ചെയ്യും. ഒരു പ്രാവശ്യം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്കൻഡറി ഡിവൈസ് തിരിച്ചൊരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും. ഡാറ്റ റിസീവ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടൊരു അക്നോളജ്മെൻറ്റ് പ്രൈമറി ഡിവൈസിന് സെൻഡ് ചെയ്യും. ഫസ്റ്റിലെ പ്രൈമറി ഡിവൈസ്, ദെൻ സെക്കൻഡറി ഡിവൈസസ് ആണ് സെക്കൻഡറി A, സെക്കൻഡറി B, സെക്കൻഡറി C. ഫസ്റ്റ് പ്രൈമറി ഡിവൈസ് സെക്കൻഡറിക്ക് ഒരു SCL ഫ്രെയിം സെൻഡ് ചെയ്യും. അപ്പം അത് റെഡി ആണെങ്കിലും അല്ലെങ്കിലും ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ചയക്കും. അതിൽ റെഡി ഉള്ളതാണെങ്കിൽ ഡാറ്റ തിരിച്ച് സെക്കൻഡറിക്ക് സെൻഡ് ചെയ്യും. ഡാറ്റ റിസീവ് ചെയ്ത് പറഞ്ഞിട്ട് അക്നോളജ്മെൻറ്റ് പ്രൈമറിക്ക് സെൻഡ് ചെയ്യും. Next is poll. The poll mode is used when the primary device wants to receive some data from the secondary device. പ്രൈമറി ഡിവൈസിന് സെക്കൻഡറി ഡിവൈസിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോൾ യൂസ് ചെയ്യുക. When a primary device wants to receive the data, then it asks each device whether it has to send anything to send. പ്രൈമറി ഡിവൈസിന് ഡാറ്റ റിസീവ് ചെയ്യണമെങ്കിൽ അതെല്ലാ ഡിവൈസിനോടും ചോദിക്കും എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടോ എന്ന്. ഫസ്റ്റ്ലി ദ പ്രൈമറി ആസ്ക്സ് ദി ഫസ്റ്റ് സെക്കൻഡറി ഡിവൈസ് ഇഫ് ഇറ്റ് റെസ്പോൺസ് വിത്ത് NACK മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് നത്തിങ് ടു സെൻഡ്. ഫസ്റ്റ് പ്രൈമറി ഡിവൈസ് ആദ്യത്തെ സെക്കൻഡറി ഡിവൈസിനോട് ചോദിക്കും എന്തെങ്കിലും സെൻഡ് ചെയ്യാനുണ്ടോയെന്ന്. അപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് NACK, അതായത് നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആണെങ്കിൽ ആ സെക്കൻഡറി ഡിവൈസിന് ഒന്നും സെൻഡ് ചെയ്യാനുണ്ടാവില്ല. Now it approaches the secondary device. It responds with the ACK means that it has the data to send. അപ്പോൾ അത് അടുത്ത സെക്കൻഡറി ഡിവൈസിനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ACK, അതായത് പോസിറ്റീവ് അക്നോളജ്മെൻ്റ് ആണെങ്കിൽ ആ സെക്കൻഡറി ഡിവൈസിന് ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടാവും. The secondary device can send more than one frame, one after another, or sometimes it may be required to send ACK before sending each one, depending on the type of the protocol being used. ഈ സെക്കൻഡറി ഡിവൈസ് വൺ ആഫ്റ്റർ അനദർ ഫ്രെയിം സെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഓരോന്ന് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഓരോ ACK സെൻഡ് ചെയ്യും. അത് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് കാണിച്ചത് പ്രൈമറി ഡിവൈസ്, പിന്നെ സെക്കൻഡറി ഡിവൈസസ് സെക്കൻഡറി A, സെക്കൻഡറി B, സെക്കൻഡറി C. ഫസ്റ്റ് പ്രൈമറി ഡിവൈസ് ആദ്യത്തെ സെക്കൻഡറിക്ക് അയക്കും റെഡി ആണോ അല്ലേന്ന്. അപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് NACK നെഗറ്റീവാണ്. അപ്പോൾ അടുത്ത സെക്കൻഡറിക്ക് അയക്കും. അപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് പോസിറ്റീവാണ്. അതുകൊണ്ട് അതിന് ഡാറ്റ സെൻഡ് ചെയ്ത്. then നെക്സ്റ്റ് സെക്കൻഡറിക്ക് അയക്കും. അപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് NACK നെഗറ്റീവ് റെസ്പോൺസ് ആണ്. ഇതിൽ രണ്ടാമത്തെ സെക്കൻഡറി Bക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും. അപ്പോൾ അതിന് സെക്കൻഡറി B
ഡാറ്റ സെൻഡ് ചെയ്യും പ്രൈമറി ഡിവൈസിന്. താങ്ക് യു.